നിങ്ങൾക്ക് എത്ര പേർക്കറിയാം മൈസൂരു ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുള്ള കാര്യം? ഇതാണ് മൈസൂരു KRS റോഡിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ മ്യൂസിയം. അഡൽട്ടിന് 50 റുപ്പീസും ചൈൽഡിന് 20 റുപ്പീസുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 1979 ഇന്ത്യൻ റെയിൽവേ സ്ഥാപിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ റെയിൽവേ മ്യൂസിയമാണിത്. ഈ മ്യൂസിയത്തിൽ പഴയ കാലത്ത് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഉപകരണങ്ങളും ഇവിടെ കാണാനുണ്ട്. നമ്മൾക്കൊക്കെ കേട്ട് കേൾവി മാത്രമുള്ള ഒരുപാട് ഫോണ്, പിന്നെ റെയിൽവേ ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യാറുള്ളതെന്ന്. നമ്മൾ സാധാരണ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ സൂവും പാലസും ചാമുണ്ഡി ഹിൽസും ഇങ്ങനത്തെയൊക്കെയാണ് ചൂസ് ചെയ്യാറ്. സത്യത്തിൽ ഇത് ഞാൻ ഇവിടേക്കായി വന്നതല്ലെങ്കിലും ഒരു ടൈം പാസിന് വേണ്ടി കയറിയതായിരുന്നു. പക്ഷേ ഇത്രയും അറിവുകളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഒരു മ്യൂസിയം ആണെന്നുള്ളത് ഇവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത്. മാത്രമല്ല എൻ്റർടൈൻമെൻറ്റും ഉണ്ട്, കഫേസ് ഉണ്ട്. കഫേസൊക്കെ ഒരു നല്ലൊരു റെയിൽവേ കോച്ചായിട്ടാണ്, ട്രെയിൻ കോച്ചായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറിയതുകൊണ്ട് ഒരു പേരിനൊരു പിസ്സ വാങ്ങി കഴിച്ചു. പക്ഷെ പിസ്സ നല്ല ചീസി അടിപൊളിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ശ്രീരംഗപവനിൽ മഹാരാജാവിൻ്റെ റെയിൽ കോച്ചുകൾ, മഹാറാണി സലൂൺ, കാരേജ്, 1899 കിച്ചൺ, ഡൈനിങ്, റോയൽ ടോയ്ലറ്റ് എന്നിവ എല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഈവൻ സെർവൻറ്റ് ടോയ്ലറ്റ് വരെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇതിൽ. ഒരു പഴയ കാലത്തിനെ ഓർമ്മപ്പെടുത്തുന്ന റെയിൽവേ സ്റ്റേഷനും അതിനായൊരു റെയിൽവേ ട്രാക്കും പിന്നെ പേരിന് കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു റെയിൽവേ ടോയ് ട്രെയിനൊക്കെ ഉണ്ട് അവിടെ. അപ്പം നെക്സ്റ്റ് മൈസൂർ പ്ലാനിൽ നിങ്ങൾ ട്രിപ്പിൽ ഉൾപ്പെടുത്തുക. ചരിത്രങ്ങളൊക്കെ അറിയണമെന്നുള്ളവർക്ക് ഇവിടെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.